ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിൽ ലാൻഡായി. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആയിരുന്നു. രാവിലത്തെ എൻ്റെ ബെസ്റ്റ് വ്യൂ. രണ്ടുപേരും ആ ലാൻഡിങ് ആസ്വദിച്ച് ഇരിക്കുമായിരുന്നു. ഇതിൽ പോലെ ഒന്നും ഇല്ല. ഞാൻ അവർക്ക് കൊടുത്തൊരു സർപ്രൈസ് ഒരു വിസിറ്റായിരുന്നു ഈ മലേഷ്യൻ ട്രിപ്പ്. അവർ രണ്ടുപേരും അത് ലാൻഡിങ് വരേക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല രീതിയിലായിരുന്നു പോയത്. നല്ല ട്രാവലിലായിരുന്നു ഞങ്ങളിത് ബുക്ക് ചെയ്തത്. ഡ്രൈവർ അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷപ്പൊക്കെ ആയി. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻ. അവിടെ നിന്ന് തന്നെ കഴിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഫ്രഷപ്പായി വെളിയിൽ വന്നപ്പോഴത്തേക്കും ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആളൊരു തമിഴ് സംസാരിക്കുന്ന ആളായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിളായിരുന്നു. ഞങ്ങളവിടെ നേരെ പോയി പിങ്ക് മോസ്ക് എന്നും പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഇവിടുന്ന് എല്ലാവരും ടൂർ പാക്കേജ് എടുത്തു പോകുമ്പം എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. സർപ്രൈസായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം സെക്കൻഡ് ഡേയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നോർമലി ഒരു മോസ്കാണ്. പിങ്ക് കളർ. ഇപ്പോൾ ഇതിലത്ര വ്യക്തമല്ല. ഒരു ബേബി പിങ്ക് പോലത്തെ, പക്ഷെ നല്ല സ്ഥലം. നമുക്ക് സ്കൈ കണ്ടാൽ മനസ്സിലാവും. നല്ല മഴ, നല്ല ക്ലൗഡി ആയിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞത് ഇന്ന് മഴയാണ് രാവിലെ തൊട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലേഡീസൊക്കെ ഉള്ളിൽ കയറുമ്പം ഈ കണ്ട റെഡ് ഡ്രസ്സ് ഇല്ല, ഞാനും അതായിട്ടോ വെയർ ചെയ്തത്. അത് വെയർ ചെയ്യണം. കുറച്ച് സ്ഥലമേ നമുക്ക് അലൗഡുള്ളൂ. അവിടെ അവർ റെഡ് ടേപ്പ് വെച്ച് അവർ വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് നമുക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് ഈ ഉള്ളിൽ ഇത്രയും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഒരു വലിയൊരു മോസ്ക് അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേര് ഉള്ളിൽ പോയി ജെൻസൊക്കെ പ്രെയർ ചെയ്യുന്നുണ്ട് ആ സൈഡ്. പക്ഷേ ലേഡീസ് ഉള്ളിലേക്ക് അലൗഡ് അല്ല. ഇത് അതിൻ്റെ പുറത്തുള്ള ഇതാട്ടോ. നല്ല സീനറിയാണ്, നല്ല കാറ്റുണ്ട്, നല്ല കാലാവസ്ഥയാണ്. പക്ഷേ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ചൂടുമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തോ നല്ലൊരു സീനറി, നല്ല കാലാവസ്ഥയും നല്ല ഒരു ഇതാണ്. കാരണം മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. ഇതാട്ടോ ഡ്രസ്സ്. ലേഡീസ് ഇതിൻ്റെ അകത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണ്. ഈ റെഡ് ഡ്രസ്സ്. ലീക്കുട്ടൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. അവൻ നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഐസ്ക്രീം ട്രൈ ചെയ്തു. വീഡിയോസിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ ഐസ്ക്രീം. നല്ല ടേസ്റ്റി ആയിരുന്നു. മാംഗോ ഐസ്ക്രീം. എന്തോ ലീക്ക് ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ അത്രയും കാഴ്ചകളെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു ചൈനീസ് ടെമ്പിളിലേക്കായിരുന്നു. അതും നല്ല സൂപ്പറായിരുന്നു. പക്ഷേ അതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. മഴയായതുകൊണ്ട് ഞങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് എന്താ വിശദീകരിക്കാത്ത എന്നാന്ന് വെച്ചാൽ, ആരൊക്കെ അവിടെ പോയാലും ഈ രണ്ട് സ്ഥലവും ഫസ്റ്റ് ഡേ അവരുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആവും. എല്ലാവരും അത് ഇൻക്ലൂഡ് ആക്കുന്നതാണ്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് നമ്മളവിടെ എല്ലാവരും അത് വിസിറ്റ് ചെയ്യുന്നതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലൊരു ടെമ്പിള്, നല്ല സറൗണ്ടിങ്സ്. പക്ഷേ ഞങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഭയങ്കര മഴയായതുകൊണ്ട് നമുക്കങ്ങനെ നടക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളങ്ങനെ കുടയോ അങ്ങനെയൊന്നും നമ്മൾ കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ കൊച്ചിനെ വെച്ച് മഴയത്തൂടെ പോകണ്ടെന്ന് ഓർത്ത് നമ്മൾ ആ സൈഡിൽ കൂടെ, പക്ഷേ ടെമ്പിളിൻ്റെ അകത്തൊക്കെ നമ്മൾ കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ പോകുന്നു. പക്ഷേ അതിൻ്റെ സറൗണ്ടിങ്സ് നല്ലതായിരുന്നു. കാലാവസ്ഥ നല്ലതായിരുന്നു. നമുക്ക് വാക്ക് ചെയ്ത് നല്ലൊരു സീനറി ഉള്ള സ്ഥലമായിരുന്നു. ഈ ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാകും. അതും മഴയാണ്. നമുക്ക് എല്ലാം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ദിവസം ഈ ഒരു ഇതേ ഉള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ പോയി ഹോട്ടലിൽ പോയി ചെക്കിങ് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് ഫുഡ് കഴിച്ചു. ഇതൊരു യമ്മി ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. അതായിരുന്നു ഞങ്ങൾ അവിടുന്ന് കഴിച്ചത്. സന്തോഷം കഴിച്ചത് അതായിരുന്നു കേട്ടോ. നല്ല പീസൊക്കെ നല്ല ചൂയി നല്ലതായിരുന്നു. ഞാൻ കഴിച്ച അവിടുത്തെ സീ ഫുഡ് എന്തോ ഒരു റൈസ് പറയാം, അതായിരുന്നു. ലീക്കൂട്ടനൊരു മുട്ടദോശ. അവനവിടെ പോയൊരു മുട്ടദോശയാണ് അവൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളന്ന് ലഞ്ചിന് വേണ്ടി കഴിച്ചത്. ലഞ്ച് ഒന്നും പറയാനില്ല. ബ്രേക്ക്ഫാസ്റ്റും സൂപ്പറായിരുന്നു, ലഞ്ചും സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ റൂമിൽ പോയി പിന്നെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇതായിരുന്നു റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ. കാരണം റൂമിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. നോർമൽ റൂമായിരുന്നു. കിങ്സ്റ്റൺ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നോർമലായിട്ടുള്ള റൂം. അതുകൊണ്ടാണ് നമ്മൾ വലിയ ഇതൊന്നും എടുക്കാണ്ടിരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അത്രയേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. ഇത് ഓയിസ്റ്റർ എഗ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സന്തോഷിന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു. സന്തോഷ് പിന്നെ മട്ടനും ട്രൈ ചെയ്തു, ചിക്കനും ട്രൈ ചെയ്തു. ലീക്കൂട്ടൻ ഫ്രൂട്ട്സിൻ്റെ ഒരു ക്യാൻഡി, അതും നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ അവൻ കഴിച്ചൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ച് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഞാനാണ് കഴിച്ചത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല. കാരണം അത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടായിരുന്നു രാത്രിയിൽ. ജസ്റ്റ് അതിലെ ഒന്ന് നടന്ന് 2-3 ഫുഡും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പോയി. അത്രേ ഉള്ളായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് പിന്നെ ഞങ്ങൾ ട്വിൻ ടവർ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. നല്ല ഫോട്ടോസ് കിട്ടി. ഇതിന് നമ്മൾ 10 റിങ്കറ്റ്സ് അവിടുത്തെ കൊടുത്തു കേട്ടോ, 3 ഫോട്ടോസിന്. അവർ നന്നായിട്ട് എടുത്തു തന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഫുള്ള് ഷോപ്പിംഗ് മാൾ പോലെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഏരിയ കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. ജസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്ത് അകത്തൊന്ന് വിൻഡോ ഷോപ്പിംഗ് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ അകത്തൂടെയൊക്കെ ഒന്ന് നടന്നു. അതും നല്ലൊരു വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതും നല്ലതായിരുന്നു. ലീക്കുട്ടിന് പിന്നെ സ്ട്രീറ്റ് ഫുഡ് അവനൊന്നും ട്രൈ ചെയ്യാൻ അവന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ മഗ്ഡിയിൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ ചുറ്റി പോകും കേട്ടോ.
അതും വിശദീകരിച്ചെടുക്കാത്തതെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടുന്ന് പോകുന്നവർ അവിടെ വിസിറ്റ് ചെയ്യും, അതുകൊണ്ട് അതിനെപ്പറ്റി വിശദീകരിച്ചൊരു വീഡിയോ എടുത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ച് ഞങ്ങളുടെ സ്റ്റൊമക്ക് ഫുള്ളായിരുന്നു. അതുകൊണ്ട് പക്ഷേ ലീക്കുട്ടന് വിശന്ന് തുടങ്ങി. അപ്പോഴത്തേക്കും അവൻ കുറച്ച് വഴക്കുണ്ടാക്കി തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മഗ്ഡി കയറി അവനൊരു ചിക്കൻ നഗറ്റ്സ് ഓർഡർ ചെയ്തു. അവന് നഗറ്റ്സ് ഇഷ്ടമാണ്, അപ്പം ഞങ്ങളത് ഓർഡർ ചെയ്തു. അവനത് കൊടുത്തു, അവനത് കഴിച്ചു. അത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നല്ലൊരു ഷോർട്ട് ആൻഡ് നൈസ് ഡേ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേയിലാണ് ഞാൻ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സെക്കൻഡ് ഡേ കാണാം. അത് ഞാൻ പറഞ്ഞ പോലെ അപ്പാർട്ട് ഫ്രം ദ ടൂർ പാക്കേജ് ഞങ്ങൾ എക്സ്ട്രാ എടുത്തതായിരുന്നു. അത് ഞാൻ നാളെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഫസ്റ്റ് ഡേ ഞങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. ബൈ ബൈ.